ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാവതി മനോഹരനെ വിളിച്ച് പറയണ ശരത്തിന് ആക്സിഡൻ്റ് ആയ വിവരം. അപ്പോൾ നിത്യയും ദേവികയും ഇങ്ങനെ ഒരു കോള് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ശരത്ത് മരിച്ചിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ രണ്ടുപേരും നിൽക്കുന്നത്. അപ്പോൾ മനോഹരനുമായി പ്രഭാവതി സംസാരിച്ച് ഫോൺ വെച്ച ശേഷം ദേവികയും നിത്യയും ആകാംക്ഷയോട് കൂടി ചോദിക്കുകയാണ്, ആരാണച്ചാ, എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതിയാണ് ശരത്തിനെ കുറിച്ചാണ്, ശരത്തിന് ആക്സിഡൻറ്റ് സംഭവിച്ചു, പക്ഷേ അവൻ മരിച്ചിട്ടില്ല എന്നങ്ങ് പറഞ്ഞതോടുകൂടി അവർ രണ്ടുപേരും അങ്ങ് ഞെട്ടാണ്. അങ്ങനെ ആക്സിഡൻറ്റ് സംഭവിച്ചു എന്നുള്ള കാര്യം കേട്ടോണ്ടാണ് മുത്തശ്ശിയും പാർവതി അവിടേക്ക് വരുന്നത്. അപ്പോൾ മുത്തശ്ശി വിഷമത്തോടു കൂടി ചോദിക്കുകയാണ്, ആർക്കാണ് ആക്സിഡൻറ്റ്, ശരത്ത് മോനോ എന്ന് ചോദിച്ചങ്ങ് കരയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പാർവതി അവിടേക്ക് വരികയാണ്. എന്നിട്ട് പാർവതി ദേവികയെ കുത്തി നോവിച്ചുള്ള വാക്കുകൾ പറയുകയാണ്, നിന്റെ നാവ് കൊണ്ടാണ് ശരത്തിന് ഇങ്ങനെ സംഭവിച്ചത്. ഒരു പുറത്തേക്ക് ഒരു വഴിക്ക് പോകുന്ന സമയത്ത് നിന്റെ ഓരോ പ്രാകുന്ന വാക്കുകളുണ്ടല്ലോ, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ദേവികയെ ഒരുപാട് പാർവതിയൊക്കെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ മനോഹരൻ പറയാണ്, എന്തിനാണ് പാർവതി ദേവികയെ വെറുതെ കുറ്റപ്പെടുത്തുന്നത്, അവൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ, അതിന് ശകുനം പിടിച്ചവരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. എൻ്റെ നിത്യമോളുടെ കല്യാണം അടുത്തതായിരുന്നു, ഇങ്ങനെയുള്ള ശാപം കിട്ടിയവരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പാർവതി ദേവികയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്. അപ്പോൾ ദേവിക വിഷമത്തോടു കൂടി കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് പറയുകയാണ്, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് എന്ന് പറയണം. അപ്പോൾ മുത്തശ്ശി പറയണം, അല്ല, ഏത് ഹോസ്പിറ്റലാണ്, എങ്ങനെയുണ്ടാണോ ഇപ്പോൾ ശരത്ത് മോന്, നമുക്കൊന്ന് പോയി കണ്ടാലോ പാർവതി എന്ന് ചോദിക്കുമ്പോൾ മനോഹരം പറയാണ്, ഏത് ഹോസ്പിറ്റലാണെന്നൊന്നും അറിഞ്ഞിട്ടില്ല, എന്തായാലും ഡോക്ടർ പരിശോധന നടത്തുന്നുള്ളൂ, അതുകൊണ്ട് എന്താണെന്ന് അറിഞ്ഞിട്ടെ എന്നിട്ട് പോവാം എന്നൊക്കെ പറയട്ടോ. അങ്ങനെ ഈ വിവരം അറിഞ്ഞ ശരത്തിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ഓടിപ്പാഞ്ഞ് കരഞ്ഞുകൊണ്ട് പ്രഭാവതി ചെല്ലാണ്. എന്നിട്ട് അവിടുത്തെ സിസ്റ്ററോട് ചോദിക്കുകയാണ്, എവിടെയാണ് എൻ്റെ മോന്, എന്താണ് സംഭവിച്ചത്, ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ, നിങ്ങളതിന് ആരാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ ശരത്തിൻ്റെ അമ്മയാണെന്ന് പറയട്ടോ. അത് ശരി, ആ ആക്സിഡൻറ്റ് കേസാണല്ലേ, ഇപ്പോൾ ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ, ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയണം. അങ്ങനെ പ്രഭാവതി കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക കേട്ടോ. അപ്പോഴാണ് ദേവികയും നിത്യയും മനോഹരനും പാർവതിയും കൂടി വരുന്നത്. എന്നിട്ട് പ്രഭാവതിയോട് കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ ഡോക്ടർ ഇതുവരെയും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. അപ്പോൾ പാർവതി പറയണേ, എൻ്റെ നിത്യമോള് ശരത്തിന് ഇങ്ങനെ സംഭവിച്ചു എന്നറിഞ്ഞപ്പോൾ അവൾ തല കറങ്ങി വീണില്ല എന്നേ ഉള്ളൂ, അവളെ ഞങ്ങളൊന്ന് സമാധാനിപ്പിക്കാൻ കുറേ ബുദ്ധിമുട്ടി എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ദേവികയുടെ മുഖത്ത് നോക്കിയിട്ട് പ്രഭാവതി പറയണേ, ഇവിടെ എൻ്റെ മോന് ഇങ്ങനെ സംഭവിച്ചതിൽ എല്ലാവർക്കും നല്ല വിഷമമുണ്ട്, പക്ഷേ ഈ ദേവികയ്ക്ക് മാത്രമാണ് സന്തോഷമുള്ളത് എന്ന് പറഞ്ഞ് പ്രഭാവതി ദേവികയെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ പാർവതിയും ഒപ്പം തന്നെ കൂടുകയാണ്. പാർവതി പറയണേ, എൻ്റെ മോൾക്ക് ശരത്ത് എന്ന് വെച്ചാൽ ജീവനല്ലേ, അതുകൊണ്ടാണ് അവൾക്ക് സഹിക്കാൻ കഴിയാത്തത് എന്ന് പറയാണ്. അപ്പോൾ നിത്യ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് കരയുന്നത് പോലെ അഭിനയിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ. എന്നിട്ട് ദേവികയെ കുറ്റപ്പെടുത്തി കാണുന്നത് സമയത്ത് മനോഹരൻ പറയണ, മോളെ, നമുക്ക് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും, എന്തിനാണ് ഇവരുടെ വായിലിരിക്കുന്നതൊക്കെ കേൾക്കുന്നത്, നമ്മളോടൊപ്പം ജീവിക്കുന്ന ഒരാൾക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചു എന്ന് കേട്ടപ്പോൾ നീ ഒന്ന് വന്നു, അതിന് ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ, ഇവരുടെ വായിലിരിക്കുന്നതൊന്നും നമുക്ക് കേൾക്കണ്ട, നീ ഇങ്ങോട്ട് പോരെ മോളെ എന്ന് പറഞ്ഞ് മനോഹരം ദേവികയെ അവിടെ നിന്ന് മാറ്റി നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ നിത്യ പറയണേ, ഞാൻ എന്തായാലും ഇല്ല, എൻ്റെ ശരത്തേട്ടന് ബോധം വന്നിട്ടേണ് ഞാൻ വരത്തുള്ളൂ എന്ന് പറഞ്ഞ് അഭിനയിച്ചുകൊണ്ട് അവിടെ നിത്യ നിൽക്കുകയാണ്. ഡോക്ടർ പ്രഭാവതിയെയും മനോഹരനെയും വിളിച്ച് സംസാരിക്കുകയാണ് ശരത്തിൻ്റെ കാര്യത്തെക്കുറിച്ച്. അപ്പോൾ ശരത്തിന് ഒന്നും പറ്റിയിട്ടില്ല, ദൈവാനുഗ്രഹം കൊണ്ട് അവന് കൂടുതൽ പരിക്കൊന്നും പറ്റിയിട്ടില്ല, പക്ഷേ പരിക്ക് പറ്റിയിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല, പരിക്ക് നന്നായിട്ട് തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട്, പക്ഷേ കാലിനാണ് കൂടുതൽ സംഭവിച്ചത്, കാലിന് പെട്ടെന്ന് തന്നെ ഒരു ഓപ്പറേഷനൊക്കെ വേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ പ്രഭാവതി അങ്ങ് കരയുകയാണ്. എനിക്ക് ഒരേ ഒരു മോനേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് കരയുന്നത്. അപ്പോൾ ഡോക്ടർ പറയണ, മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു വന്നില്ലേ, അത് തന്നെ ഈശ്വരാനുഗ്രഹം എന്നൊക്കെ ഡോക്ടർ പറയട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്താനുള്ള കാര്യങ്ങൾ ചെയ്തോ എന്ന് പ്രഭാവതി പറയണേ. അങ്ങനെ ശരത്തിന് നന്നായിട്ട് തന്നെ പരിക്കുണ്ട് എന്നാണ് ഡോക്ടർ പറയുന്നത്, പക്ഷേ തലയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല, കാലിന് മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്, അപ്പോൾ കുറച്ചു കാലം വീൽ ചെയറിൽ തന്നെ നടക്കേണ്ടി വരും എന്നൊക്കെ പറയട്ടോ. അങ്ങനെ ഡോക്ടറുടെ ക്യാബിൽ നിന്നും പുറത്തേക്ക് വന്ന മനോഹരനും ദേവികയും കൂടി പിന്നെ സംസാരിക്കുകയാണ്. അപ്പോൾ നിത്യയെ ഇനിയിപ്പോൾ എങ്ങനെ ഇവിടെ നിന്ന് കൊണ്ടുപോകും, പ്രഭാവതിയുടെ മുന്നിൽ വെച്ച് നിത്യ ശരത്തിന് ബോധം വന്നിട്ടേന് വരൂ എന്നൊക്കെ പറഞ്ഞതല്ലേ, അപ്പോൾ നിത്യയെ ഇവിടെ നിർത്തിയിട്ട് പോകുന്നത് അപകടമാണ് അച്ഛ, കാരണം
നിത്യയും പ്രഭാവതിയും കൂടി കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാ കള്ളത്തരവും അവർ കണ്ടുപിടിക്കും. അതുകൊണ്ട് നമുക്കിവിടെ നിന്നും പോവേണ്ട, നിത്യയെ കൊണ്ട് തന്നെ പോയാൽ മതി അച്ഛ. ഞാനിവിടെ ഉണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധ മുഴുവനും എന്നിലാവും. എന്നെ കുറ്റപ്പെടുത്താനും എന്നെ ശ്രദ്ധിക്കാനുമാവും അവർക്ക് നേരം. അപ്പോൾ നിത്യയോട് കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കില്ല എന്നൊക്കെ പറയട്ടോ. അങ്ങനെ മനോഹരനും ദേവികയും ശരത്തിന് ബോധം വരുന്നത് വരെ അവിടെ നിൽക്കാമെന്ന് തന്നെ തീരുമാനിക്കുകയാണ്. അപ്പോൾ ദേവിക നിത്യയോട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവന് കാലിന് ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ അവൻ എപ്പോഴും വീട്ടിൽ തന്നെയാണ് ഉണ്ടാവുക. മനോഹരൻ പറയണ, അങ്ങനെയാകുമ്പോൾ അവനെ സൂക്ഷിക്കണം. കാരണം അവനെങ്ങാനും നമ്മളാണ് ഇത് ചെയ്തത് എന്ന് അറിഞ്ഞാലേ അവൻ തിരിച്ചടിക്കുന്നവനാണ്. അതുകൊണ്ട് അവനെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിത്യയും ദേവികയും പറയണ, അവന് എന്തിനു പേടിക്കണം, അവൻ ഇത് അറിഞ്ഞു എന്ന് കരുതിയിട്ട് ഒരു കുഴപ്പവുമില്ല എന്ന് പറയുമ്പോൾ മനോഹരൻ പറയണ, അതങ്ങനെയല്ല. അവനെങ്ങാനും ബോധം വന്ന് പോലീസ് എന്തെങ്കിലും ചോദിച്ചറിഞ്ഞാൽ നമ്മളാണ് ഇതിൻ്റെ പിറകിലെന്ന് അവൻ മൊഴി കൊടുത്താൽ പിന്നെ മൊത്തം പ്രശ്നമാകും എന്ന് പറയട്ടോ. അപ്പോൾ ദേവികയ്ക്കും നിത്യയ്ക്കും അത് ശരിയാണ് അച്ഛൻ പറയുന്നത്. ദേവികയും നിത്യയും മനോഹരനോട് പറയാണ്, ഒരു കണക്കിന് അവൻ ഇത് മനസ്സിലാക്കുന്നത് കൊണ്ട് നല്ലത് തന്നെയാണ്. കാരണം അവന് മനസ്സിലാവണം നമ്മളും തിരിച്ചടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന്. അപ്പോൾ അവനൊരു ചെറിയൊരു പേടിയും വരും എന്നൊക്കെ പറയട്ടോ. അപ്പോഴത്തേക്കും പ്രഭാവതി നന്നായിട്ട് തന്നെ പൊട്ടിക്കരയുന്ന സമയത്ത് പ്രഭാവതി ഇവരുടെ മുന്നിൽ വെച്ച് പറയുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നു. ഇനിയിപ്പോൾ ആർക്ക് എന്ത് സംഭവിക്കുമെന്നൊന്നും പറയാൻ കഴിയില്ല. എൻ്റെ മോൻ്റെ ബൈക്കിലെ ഞെട്ട് എങ്ങനെയാവും ഊരിയിട്ടുണ്ടാവുക എന്നൊക്കെ പ്രഭാവതി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴൊക്കെയും ദേവികയും മനോഹരും പരസ്പരം നോക്കുകയാണ്. അപ്പോൾ പാർവതി ചോദിക്കുകയാണ്, എങ്ങനെയാവും ബൈക്കിലെ ഞെട്ട് പോയത് എന്ന് ചോദിക്കുമ്പോൾ മനോഹരം പെട്ടെന്ന് പറയണ, ബൈക്കിലെ ഞെട്ട് പോയതല്ലല്ലോ ഇപ്പോൾ സംസാര വിഷയം എന്നങ്ങ് പറഞ്ഞ് ആ ഒരു കാര്യം അവിടെ ഇല്ലാതാക്കുകയാണ്. സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് റൂബി ചന്ദ്രലേഖയെ കാണാൻ വേണ്ടി വരികയാണ്. എന്നിട്ട് അച്ഛൻ്റെയും പ്രേമയുടെയും രംഗൻ്റെയും ഒക്കെ മുന്നിൽ വെച്ചാണ് സംസാരിക്കുന്നത് റൂബി. ഇതുവരെയും നടേശൻ സാറിൻ്റെ കൊലയാളി ആരാണെന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു ചെറിയ സംശയത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നടേശൻ്റെ വയറ്റിലേക്ക് ചെന്നിരിക്കുന്ന വിഷം അത് പൊതിച്ചോറ് വഴിയാണോ മദ്യത്തിൽ ചേർത്തിട്ടാണോ എന്നുള്ളതാണ് ഇനി കണ്ടുപിടിക്കാനിരിക്കുന്നത് എന്നൊക്കെ പറയും. സിദ്ധുവിൻ്റെ അച്ഛൻ പറയണ, അതിന് കണ്ടുപിടിക്കണം, നിങ്ങൾ ആരാണ് ഇത് ചെയ്തത് എന്നുള്ളത് എന്തായാലും കണ്ടുപിടിക്കണം എന്ന് പറയണം. അപ്പോൾ സിദ്ധു പറയണ, അല്ല, ഈ 2 വഴി മാത്രമല്ലാതെ നടേശൻ സാറ് സ്വയം വിഷം കഴിച്ചതാണെന്നുള്ളത് എന്താ നിങ്ങൾ ചിന്തിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയണേ, എൻ്റെ അച്ഛൻ ഒരിക്കലും സ്വയം വിഷം കഴിക്കില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെ ചന്ദ്രയ്ക്ക് അറിയാം എന്ന് ചോദിക്കാട്ടോ. എൻ്റെ അച്ഛന് അത്രയ്ക്ക് മനക്കട്ടിയുണ്ട്, എന്നെ പോലെ തന്നെയാണ് എൻ്റെ അച്ഛനും. എന്തെങ്കിലും പക മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും എൻ്റെ അച്ഛൻ അത് സാധിക്കാതെ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോഴും സിദ്ധു ചന്ദ്രയെ ഒന്ന് ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്രയുടെ ആ ഒരു സംസാരവും എന്താണ് ഭാവവ്യത്യാസം എന്നുള്ളതൊക്കെ അങ്ങനെ റൂബിയോട് പറയണേ, എൻ്റെ അച്ഛൻ്റെ കൊലയാളി ആരാണെങ്കിലും കണ്ടുപിടിച്ച് തരണം എന്ന് പറയണ. അപ്പോൾ റൂബി പറയണ, ഞാനത് കണ്ടുപിടിച്ചിരിക്കും, പക്ഷേ എനിക്ക് ചിലവരെയൊക്കെ ചോദ്യം ചെയ്യേണ്ടി വരും എന്ന് പറയട്ടെ. അതുകൊണ്ട് അതിൻ്റെ പേരിൽ ആരും മുഷിയരുത് എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര പറയണ, പിന്നീട് അങ്ങനെ ആരെയും ചോദ്യം ചെയ്യണ്ട, എനിക്ക് ഇനി എൻ്റെ അച്ഛൻ്റെ കേസിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും വേണ്ട. എൻ്റെ അച്ഛൻ്റെ കേസ് ഇവിടെ വെച്ച് തന്നെ അങ്ങ് അവസാനിപ്പിച്ചേക്ക്. ഇനി ഇതിൻ്റെ പേരിൽ അടുത്ത ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ ഒരുപാട് കേസുകൾ തെളിയാതെ കിടക്കുന്നുണ്ടല്ലോ, അതിൽ ഒരു കേസായി എൻ്റെ അച്ഛൻ്റെ കേസ് ഉണ്ടായിക്കോട്ടെ. അല്ലാതെ സംശയമുള്ളവരെയൊക്കെ ചോദ്യം ചെയ്ത് ഇനി അതിൻ്റെ പേരിൽ അടുത്ത പ്രശ്നം ഉണ്ടാവണ്ട എന്നൊക്കെ പറയണ്. അപ്പോൾ പ്രേമ പറയണ്, മോളെ, നിൻ്റെ നല്ല മനസ്സാണ് സിദ്ധു, നിനക്ക് ഭാഗ്യമില്ലാതായി പോയി, അതുകൊണ്ടാണ് നീ ചന്ദ്രലേഖയെ വിവാഹം കഴിക്കാത്തത് എന്ന് പറഞ്ഞ് പ്രേമ ചന്ദ്രയെ അങ്ങ് പുകഴ്ത്തി സംസാരിക്കുകയാണ്. അപ്പോൾ സിദ്ധുവിൻ്റെ അച്ഛൻ പറയണ്, മോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഇന്നല്ലെങ്കിൽ നാളെ ആരാണ് ഈ കുറ്റം ചെയ്തതെങ്കിലും അത് സ്വമേധയാ തന്നെ പുറത്തു വരും. അതാണ് പ്രകൃതിയുടെ നിയമം. ആര് തന്നെയാണെങ്കിലും എത്ര തന്നെ മറച്ചു വെച്ചാലും ആ സത്യമൊക്കെ മറന്നീക്കി പുറത്തു തന്നെ വരും. സിദ്ധുവിൻ്റെ അച്ഛൻ ചന്ദ്രലേഖയോട് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് ചന്ദ്ര റൂബിയുമായിട്ട് റൂമിലേക്ക് പോവാട്ടോ. റൂബി ചോദിക്കണം, അല്ല ചന്ദ്ര, നീ പറഞ്ഞത് സത്യമാണോ? നിൻ്റെ അച്ഛൻ്റെ കൊലയാളി ആരാണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ, കണ്ടുപിടിച്ചിരിക്കണം, ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ചന്ദ്ര ആരാണെന്നുള്ളത് നീ അങ്ങ് അറിയും. ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അഭിനയിച്ചുകൊണ്ട് പറയും, എൻ്റെ അച്ഛൻ്റെ കൊലയാളി ആരാണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ട എന്ന് ഞാൻ പറയും. പക്ഷേ ആരാണെങ്കിലും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അതാണ് ഈ ചന്ദ്രയുടെ ലക്ഷ്യം. പിന്നെ ഞാൻ അവരുടെ മുന്നിൽ വെച്ച് അഭിനയിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് നീ കാര്യമാക്കണ്ട എന്ന് പറയട്ടോ. റൂബി പറയണേ, നടേശൻ സാറിൻ്റെ വിഷം കൊടുത്തത് ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ ഇനി 2 വഴിയാണ് ഇപ്പോൾ ഞങ്ങളുടെ മുന്നിലുള്ളത്. ഒന്ന് പൊതിച്ചോറ് വഴിയാണോ നടേശൻ സാറിന് വശം ചെന്നിട്ടുള്ളത്, അതോ മദ്യം വഴിയാണോ എന്നുള്ളതാണ് ഇനി ഞങ്ങൾക്ക് അറിയേണ്ടത്
ചെയ്യേണ്ടത്? ഇപ്പോൾ ഞങ്ങളുടെ മുന്നിൽ 2 പേരാണ് സംശയത്തിൻ്റെ മുനയിൽ നിൽക്കുന്നത്. ഒന്ന് ശരത്തും ഒന്ന് മനോഹരനും. ഇവരിൽ ആരായിരിക്കും എന്ന് റൂബി ചന്ദ്രയോട് ചോദിക്കാട്ടോ. അപ്പോൾ ചന്ദ്ര പറയാൻ പോകുന്നത് മനോഹരൻ്റെ പേരാണ്. മനോഹരനാണ് ഇത് ചെയ്തത് എന്നാണ് ഇനി വരുത്തി തീർക്കേണ്ടത്. അങ്ങനെ ദേവികയുടെയും സിദ്ധുവിൻ്റെയും വിവാഹം ഒരിക്കലും നടക്കരുത്. പക്ഷേ ഞാൻ എല്ലാവരുടെയും മുന്നിൽ അഭിനയിച്ചുകൊണ്ട് പറയും, ദേവികയുടെയും സിദ്ധുവിൻ്റെയും വിവാഹം നടത്തണം എന്നാണ് ഞാൻ പറയുക. പക്ഷേ ഒരിക്കലും ദേവികയുടെയും സിദ്ധുവിൻ്റെയും വിവാഹം നടക്കരുത്. അതിനാണ് ഞാൻ ഇനി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേയുള്ള നാടകമാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ റൂബിയോട് ചന്ദ്ര പറയണം. ചന്ദ്രയുടെ ലക്ഷ്യം സിദ്ധുവിൻ്റെയും ദേവികയുടെയും വിവാഹം പന്തൽ വരെ എത്തിയ ശേഷം അവിടെ വെച്ച് ദേവികയെ അറസ്റ്റ് ചെയ്യിപ്പിക്കണം. എന്നിട്ട് ആ ഒരു സമയത്ത് ചന്ദ്രയുടെ കഴുത്തിൽ സിദ്ധുവിനെ കൊണ്ട് താലി കെട്ടിപ്പിക്കണം എന്നൊക്കെയാണ് മനസ്സിൽ ഓരോന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. പിന്നീട് ശരത്തിന് ബോധം വരികയാണ്. അപ്പോൾ ശരത്താണെങ്കിൽ ഇരുന്ന് ആലോചനയിലാണ് കേട്ടോ. ഇത് ചെയ്തത് എനിക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് ബൈക്കിലെ ഞെട്ടൂരി പോയതല്ല, ഇത് ആര് ചെയ്തതാണ് എന്നുള്ള സംശയം ശരത്തിൻ്റെ മനസ്സിൽ വരും കേട്ടോ. അങ്ങനെ ശരത്ത് ആലോചനയിലാണ്. ദേവിക പറയുന്ന ഓരോ വാക്കുകളും ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവിക ശരത്തിനെ കാണുമ്പോഴൊക്കെ എൻ്റെ മരണം അടുത്തു, നിനക്ക് അവസാന ഭക്ഷണമാണ് എന്നുള്ള ആ വാക്കുകളൊക്കെ പറഞ്ഞത് ശരത്തിന് ഓർമ്മ വരികയാണ്. അപ്പോൾ ദേവികയാണ് ഇത് ചെയ്തത് എന്നുള്ളത് ശരത്ത് കണ്ടുപിടിക്കാൻ കേട്ടോ. അങ്ങനെ ശരത്തിൻ്റെ അടുത്തേക്ക് ദേവിക വരികയാണ്. ആ സമയത്ത് ശരത്തിനോട് ദേവിക കളിയാക്കിയ മട്ടിൽ സഹതാപ മട്ടിൽ അങ്ങ് സംസാരിക്കാൻ കേട്ടോ. നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ, നിത്യമോളുടെ പോലെ തന്നെ ഇനി നിനക്കും നീറ്റ് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുമല്ലോടാ ശരത്തെ, നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ ശരത്ത് ദേഷ്യത്തിൽ പകയോടുകൂടി ദേവികയോട് പറയണം, നീയാണ് ഇത് ചെയ്തത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. 2 ദിവസമായല്ലോ നീ എന്നോട് ഓരോന്നും അർത്ഥം വെച്ച് സംസാരിക്കുന്നത്. ഇപ്പോഴാണ് അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷേ നീ എന്നെ കൊല്ലണമെന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഈശ്വരൻ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെയാടി ദേവികയെ, നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് ദേവികയെ ശരത്ത് പകയോടുകൂടി വെല്ലുവിളിയൊക്കെ നടത്തുന്നുണ്ട്.